എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആയതുകൊണ്ട് കാത്തു ഒന്ന് ചൂളിപ്പോയി. അവൻ്റെ ചേർത്ത് പിടിക്കലിൽ മുമ്പെങ്ങുമില്ലാത്ത നാണമാണിപ്പോൾ അലോഷ്യയെ കാണുമ്പോൾ. അലോഷ്യയുടെ വയറിൽ ചെറുതായി ഒന്നിടിച്ച് പെണ്ണ് കണ്ണുരുട്ടിയതും അലോഷ്യ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. കളിയാക്കിയാൽ എനിക്ക് പുല്ല. നിന്റെ ഇച്ഛായൻ അല്പം റൊമാൻറ്റിക് ആണെന്ന് ഇവർ കൂടി അറിയട്ടേന്ന്. അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അലോഷി പറയെ കാത്തു ചുണ്ടിൽ തത്തിയ ചിരിക്കിടയിലും അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചു. അന്നയും ശ്രീദേവിയും ചിരിയോടെ നോക്കി. അല്പം വൈകിയാണെങ്കിലും സായുജും പ്രിയയും കൂടി വന്നതും അവർക്കും സന്തോഷമായി. അപ്പോൾ ദേവി, നമുക്ക് മുഹൂർത്തം കഴിയുന്നതിന് മുന്നേ ഇറങ്ങിയാലോ? ഓ, ഞങ്ങൾ എപ്പോഴേ റെഡി. ശിവൻ ചോദിച്ചതിന് അന്നയോടൊപ്പം പാർത്തി വേഗം പുറത്തിറങ്ങി. ഇനി ശിവൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ചൊരു താലി കെട്ടുണ്ട് അന്നയ്ക്കും പാർത്തിക്കും. അന്നയുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുന്നിൽ വെച്ച് മിന്നു കെട്ടിയതുപോലെ തനിക്കും ശിവേട്ടനും താലികെട്ട് കാണണം എന്നത് ശ്രീദേവിയുടെ വാശിയായിരുന്നു. അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് കരുതി എല്ലാവരും. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് റിസപ്ഷന് ബന്ധുക്കളെയും നാട്ടുകാരെയും വിളിച്ച് ഫുഡ് കൊടുക്കാം എന്നും തീരുമാനിച്ചു ഇരു കുടുംബവും. ഒരുപോലുള്ള 2 ഗൗണിൽ വ്യത്യസ്ത നിറത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന അന്നയെയും കാത്തുവിനെയും പാർത്തിയും അലോഷിയും കണ്ണെടുക്കാതെ നോക്കി. ചിരിയോടെ പരസ്പരം തങ്ങളുടെ പ്രാണന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അന്നയുടെ അതേ ഗ്രേപ്പ് വൈനിറത്തിലുള്ള കുട്ടി ഫ്രോക്കായിരുന്നു സേറപ്പെണ്ണിൻ്റെയും വേഷം. സ്റ്റേജിൽ സേറയെ കയ്യിലെടുത്ത് കൊഞ്ചിക്കുന്ന പാർത്തിയോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന അന്നയെ ജോഷുവ വെറുതെ നോക്കിയിരുന്നു. അവളുടെ ഉള്ളിൽ മറ്റൊരു ചിത്രം തെളിഞ്ഞു. പടുകൂറ്റം പള്ളി, അതിൽ തൂവെള്ള നിറത്തിൽ ഫ്രോക്ക് ധരിച്ചൊരു പെണ്ണ്, അവൾക്കടുത്തായി വിവാഹവേഷത്തിൽ ഒരുവനും. അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നതത്രയും അഹങ്കാരമായിരുന്നു. എന്തോ നേടിയെടുത്തവളെ പോലുള്ള ഹുങ്കായിരുന്നു. അവൻ്റെ കൈയോടെ കൈകോർത്ത് പിടിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ കണ്ണുകൾ ചെന്നു നിന്നത് തങ്ങളെ നോക്കി സങ്കടത്തോടെ നിൽക്കുന്ന മറ്റൊരു പെണ്ണിലാണ്. അവളുടെ കണ്ണുകളിൽ വിഷാദം തങ്ങി നിന്നിരുന്നു. അപമാനിക്കപ്പെട്ടതിൻ്റെയും ചതിക്കപ്പെട്ടതിൻ്റെയും വേദന നിറഞ്ഞു നിന്നിരുന്നു. അന്നാ വേദന സന്തോഷം നൽകിയിരുന്നു. ജോഷുവ ഇരുന്നിടത്തു നിന്നും തലയിലെ ഷാള് കൂട്ടിപ്പിടിച്ച് പതിയെ എഴുന്നേറ്റു. ആരുമധികം ശ്രദ്ധിക്കാത്ത ഒരു വശത്തേക്ക് മാറി നിന്നു. സൈഡിലായി ഘടിപ്പിച്ചിരിക്കുന്ന കണ്ണാടിയിൽ പ്രതിബിംബം നോക്കെ ജോഷുവയുടെ ചുണ്ടിൽ നിസ്സഹായതയുടെ ചിരിവിരിഞ്ഞു. 1-ാം വട്ടത്തെ കീമോ കഴിഞ്ഞുള്ള തൻ്റെ രൂപം പോലും വല്ലാതെ വികൃതമായി ഇരിക്കുന്നു. ജോഷുവ പതിയെ മുഖത്ത് തലോടി. തട്ടിപ്പറിച്ചെടുത്ത പ്രണയം, ആരുമില്ലാഞ്ഞിട്ടും താൻ ഒറ്റപ്പെടുത്തി തൻ്റെ സഹോദരി, അവളെ കള്ളിയാക്കിയ നിമിഷം, അവളെ വിടാതെ പിന്തുടർന്ന് മാനസികമായി തളർത്തി തന്നോടൊരു ദ്രോഹവും ചെയ്യാത്തവരെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചു, വെറുപ്പ് കുത്തിവെച്ചു. ഒടുവിൽ ഉള്ളിൽ കുരുത്ത ജീവനെ പോലും ഒരു പക്ഷേ അവസാന നാളുകളിൽ തനിക്ക് കൂട്ടായി കർത്താവ് കനിഞ്ഞു നൽകിയതാവാം. ഇത്രയൊക്കെ അഹങ്കരിച്ചിട്ടും കർത്താവിന് തോന്നിയ സഹതാപമാവാം അതിനെയും താൻ. ഇനിയൊരു കരുണ കർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നറിയാം. വേദനകളിലൂടെ സഞ്ചരിച്ചവളെ വീണ്ടും അതിലേക്ക് തള്ളിവിട്ടവൾക്ക് കർത്താവ് കാത്തുവെച്ച ശിക്ഷ ഇതാവാം. ജോഷുവ വേദനയോടെ കണ്ണടച്ചു. ഇതെന്നാത്തിനാ? പ്രിയ കയ്യിലെടുത്ത് വെച്ച് തന്ന പാല് നോക്കി അന്ന അന്തം വിട്ടു. ഓ, ഒന്നും അറിയാത്ത പോലെ. അങ്ങ് കൊണ്ടുപോ, ആവശ്യം വരും. പ്രിയക്ക് എങ്ങുമില്ലാത്ത നാണം. അവളുടെ നാണം കാണെ അന്നയ്ക്ക് പോലും നാണമായി. ഡി, അവളുടെ ചെവി പിടിച്ചൊന്ന് കണ്ണു കൂർപ്പിച്ചതും പെണ്ണ് കിടന്ന് തുള്ളാൻ തുടങ്ങി. വിട്, അയ്യോ ദേവിമാ, ഓടി വായോ. എന്താടി പെണ്ണുങ്ങളിവിടെ? ശ്രീദേവി കയ്യിൽ സെറ്റ് സാരിയായി വന്ന് ഇരുവരെയും നോക്കി. പ്രിയ കണ്ണുകൊണ്ടെന്തോ കാട്ടുന്നുണ്ട്. ഒന്നുമില്ല, ഈ പെണ്ണ് വെറുതെ. എന്ത് വെറുതെ? ദേവി മെല്ലെ പറഞ്ഞത് പാല് ചൂടാക്കി അന്നേച്ചിക്ക് കൊടുക്കാൻ. അത് കൊടുത്തപ്പോൾ എൻ്റെ ചെവി പിടിച്ച് പൊന്നാക്കി. പ്രിയ ചുണ്ടു ചുളുക്കി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പാർത്തിയെ പോയി വിളിച്ചു വാ. ശ്രീദേവി പ്രിയയെ പറഞ്ഞു വിട്ട് കയ്യിലേക്ക് സെറ്റ് സാരി എടുത്തു വെച്ച് തന്നു. അന്ന അവരെ കണ്ണു ചുരുക്കി നോക്കി. ചടങ്ങൊന്നും നമ്മളായിട്ട് കുറക്കണ്ട, എൻ്റെ മോള് പോയി തൊടുത്തോണ്ട് വാ. എന്നിട്ട് ഈ പാലും കൊണ്ട് റൂമിലേക്ക് പോ. എന്ന് ഞാൻ അവൻ്റെ റൂമിൽ അവനൊപ്പം തന്നെയല്ലേ കിടക്കുന്നത് എന്ന് ചോദിക്കണമെന്ന് അന്നക്കുണ്ടായിരുന്നെങ്കിലും ശ്രീദേവി അത്രയും ആഗ്രഹത്തോടെ പറഞ്ഞത് കേൾക്കെ അന്ന തലകുലുക്കി. മാത്രവുമല്ല, പാർത്തിയും എവിടെയും തൊടാതെ ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. ഇട്ടിരുന്നത് മാറി സാരി ഉടുക്കുമ്പോൾ ഇതുവരെ അന്യം നിന്നിരുന്ന നാണം അന്നയിൽ വിരുന്നു വന്നതവൾ അറിഞ്ഞു.
എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ഒരു ചുവപ്പ് അതവളുടെ കവിളിൽ അങ്ങനെ പറ്റിച്ചേർന്നിരിക്കും പോലെ. ഡോറിൻ്റെ ലോക്ക് വീഴുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ പാർത്തിയുടെ കണ്ണുകൾ അത്ര കണ്ട് വിടർന്നു പോയിരുന്നു. പണ്ട് കവികൾ പറഞ്ഞ പോലെ കടഞ്ഞെടുത്തൊരു ശില്പം മുന്നിൽ വന്ന് നിൽക്കും പോലെ. തോളിൽ കിടന്നുറങ്ങുന്ന സേറയെ ബെഡിലേക്ക് മാറ്റിക്കിടത്തി പാർത്തി. കുഞ്ഞിയുടെ ചെവിയിൽ മങ്കി ക്യാപ്പ് നേരെ വെച്ചു കൊടുത്തവൻ കണ്ണുകൾ ഉയർത്തി അന്നയെ നോക്കി. ഈ നോട്ടത്തിൽ തന്നെ പൂത്തുലഞ്ഞു പോയതുപോലെ അന്ന മുഖം കുനിച്ചു. അവൻ്റെ ചുവടുകളിൽ അടിപതറിയത് അന്നക്കായിരുന്നു. അവൻ്റെ നോട്ടത്തിൻ്റെ തീഷ്ണത കൂട്ടിയത് അവളുടെ ഹൃദയമിടിപ്പിനെ ആയിരുന്നു. പിടപ്പോടെ നിൽക്കുന്നവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവനിലും വല്ലാത്തൊരു ആവേശം നിലനിന്നിരുന്നു. ആദ്യമായല്ല താനും അവളും ഇങ്ങനെ എന്നോ എപ്പോഴോ ഒന്നായതാണ്. പിന്നെയും പലവട്ടം തൻ്റെ ചൂടും ചൂരും ഏറ്റുവാങ്ങിയവളാണ്. എന്നിട്ടും ഇന്നെന്തോ പ്രത്യേകതയുള്ളതുപോലെ. ഈ വേഷത്തിൻ്റെയോ അതോ അവളുടെ ഭാവത്തിലോ പാർത്തി സ്വയമറിയാതെ അന്നയിലേക്ക് ചാഞ്ഞിരുന്നു. ചോരച്ചുവപ്പുള്ള ചുണ്ടിലെ ഞാവൽ പഴത്തിനേക്കാൾ സ്വാദുള്ള മധു പകർന്നെടുക്കെ അന്ന വിറച്ചുപോയി. പാർത്തി കയ്യെത്തിച്ച് ഫോണെടുത്ത് പാട്ട് ലോ വോയിസിൽ വെച്ചു. അന്നയുടെ കൂർപ്പിച്ചുള്ള നോട്ടത്തിന് കള്ളച്ചിരി പകരം നൽകിയവൻ. നിന്റെ സ്വരവും ശീൽക്കാരവും ഞാൻ മാത്രം കേട്ടാൽ മതി. ചെവിയിൽ ഒന്ന് നുണഞ്ഞുവിട്ട് പാർത്തി അത് മൊഴിയെ അന്നാവിൻ്റെ നെഞ്ചിൽ അമർത്തിക്കടിച്ചു. ആ എനിക്കും കേൾക്കണം അവളുടെ മത്തുപിടിപ്പിക്കുന്ന പതിഞ്ഞ സ്വരം. പാർത്തി ഞൊടിനേരം കൊണ്ട് കാട്ടുപൂച്ചയെപ്പോൾ അവളിൽ പല്ലുകളായെത്തി. പല്ല് പതിയുന്നിടത്തെല്ലാം ചുണ്ടും നാവും മരുന്നേകി. പിടഞ്ഞു പൊങ്ങിയവളെ അടക്കി പിടിച്ചവൻ അവളിലേക്ക് ഓരോ നിമിഷവും അവനെ പകുത്തു നൽകി. എല്ലാം അവൻ്റെയും അവളുടെയും എല്ലാം ഇരുവരാൽ കവർന്നെടുത്തു. വിട്ടുകൊടുത്തു, അടിയറവ് വെച്ചു. ശബ്ദം അനിയന്ത്രണമായി ഉയർന്നതിനനുസരിച്ച് പാട്ടിൻ്റെ ഈരടിയും താളത്തിലുയർന്നു. അന്ന വിവശയായി. പാർത്തിയും തളർന്നു. തളർന്നൊട്ടി നെഞ്ചിൽ ചേർന്ന് വീണവനെ പൊതിഞ്ഞു പിടിക്കെ അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നുമില്ലാത്തിടത്തു നിന്നും ആരുമില്ലായിരുന്നിടത്തു നിന്നും എല്ലാമായി മാറിയൊരുവനോട് അന്നയ്ക്ക് വല്ലാത്ത സ്നേഹം തോന്നി. ഒരാളുടെ പ്രണയം ഇത്രമേൽ ബഹുമാനം തോന്നണമെങ്കിൽ അത്രമേൽ ഭംഗിയായിരിക്കും അവരുടെ പ്രണയം. ഇച്ചായ ദേ വെറുതെ കൊഞ്ചല്ല പെണ്ണെ, അല്ലെങ്കിലേ കൺട്രോൾ ചെയ്തിരിക്കുന്ന പാട് എനിക്കേ അറിയൂ. കാത്തു പരിഭവത്തോടെ അവൻ്റെ കവിളിൽ കുത്തി. അലോഷി ചിരിയോടെ പെണ്ണിനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിക്കെ കാത്തു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി. ബാൽക്കണിയിൽ ഇരിക്കുകയാണ് രണ്ടും. ഇച്ചായ പെണ്ണിൻ്റെ വിളിയിൽ തന്നെ എന്തോ പന്തികേട് തോന്നിയവന്. അലക്സി. കാത്തു മടിച്ചാണത് ചോദിച്ചത്. അലോഷിയുടെ മുഖം മാറാൻ അത് തന്നെ ധാരാളമായിരുന്നു. ഇച്ചായ. മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന അലോഷിയെ ഒന്നുകൂടി കുലുക്കി വിളിച്ചു പെണ്ണ്. അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കാണെ അവൾക്ക് വല്ലാതെയായി. മമ്മ എന്നും പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു. തെറ്റ് ചെയ്തവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഇച്ചാനിപ്പോൾ കിട്ടിയ ഈ ശിക്ഷ അന്നയോടും എന്നോടും ജോഷുവയോടും എല്ലാം ചെയ്തതിനുള്ള പ്രതിഫലമാണ്. ആ സംസാരം അവിടെ നിർത്താനെന്നവണ്ണം കടുപ്പിച്ച് പറഞ്ഞു അലോഷി. കാത്തു പിന്നെ ഒന്നും പറഞ്ഞില്ല. അലക്സ് ജയിലിലായതിൽ പിന്നെ ഒത്തിരി വട്ടം ജോഷുവയോട് അലോഷിയുടെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞിരുന്നു കേസ് പിൻവലിക്കാൻ. പക്ഷേ ജോഷുവ അത് കേട്ടില്ല. ആ ദേഷ്യവും വാശിയും അലക്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നവൻ തെളിയിച്ചത് ജാമ്യത്തിനിറങ്ങിയ 2-ാം നാൾ ജോഷുവയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു. വയറിന് താഴെ 5 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. തലനാരികയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത് ജോഷുവ. അതോടെ വധശ്രമത്തിനും കൂടി കേസെടുത്തു പോലീസ്. എന്നിട്ടും നിർത്താൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല അലക്സിന്. പിന്നെയും എന്തെല്ലാമോ കേസ് അയാൾ ഉണ്ടാക്കി. ഒടുവിൽ കയ്യേറ്റത്തിലൂടെ ജയിൽവാസിയായ ഒരാളെ കൊന്നതോടെ മാനസിക നില കൂടി തകർന്നു പോയി അലക്സിൻ്റെ. ചെയ്ത പാപത്തിനുള്ള ശമ്പളം ഏതൊരുവനെയും കർത്താവ് അനുഭവിപ്പിക്കും. ജോഷുവയുടെ അവസ്ഥയും മോശമാണ്. ക്യാൻസർ സ്ഥിരീകരിച്ചതോടെ അവളായി എല്ലാത്തിലും നിന്നും ഒതുങ്ങി. ഇപ്പോൾ RCCയിലാണ്. ആരോടും അന്വേഷിച്ച് വരരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ സ്വയം ഏറ്റുവാങ്ങിയവൾ. കാത്തു നിശ്വാസത്തോടെ അലോഷിയെ നോക്കി. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നവൻ്റെ പുറമേ എത്രയെല്ലാം വെറുപ്പ് പറഞ്ഞാലും ഉള്ളാലെ അവനിപ്പോഴും അവൻ്റെ ഇച്ഛാനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഇടയ്ക്കിടെ ചുവന്നു വീങ്ങുന്ന കണ്ണുകൾ. കാത്തു നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ ചുണ്ടുകൊണ്ടൊപ്പി. അലോഷി കണ്ണുകൾ ചിമ്മി. പിന്നെയും അവളത് തുടർന്നതും അവൻ്റെ ചുണ്ടിലൊരു ചിരിമിന്നി. കൊഞ്ചാൻ തയ്യാറായി ഇരിക്കുന്നവളുടെ വയറിലേക്ക് ചുറ്റിപ്പിടിച്ചവൻ കഴുത്തിൽ മുഖം പൂഴ്ത്തി. ഒഫ്, എന്താടി? കാത്തവനെ കൂർപ്പിച്ചു നോക്കി. വയറിലവൻ്റെ കൈത്തല മുറുകിയിരിക്കുവാണ്. വേദനിക്കുന്നത് മനുഷ്യ. കാത്തവൻ്റെ കൈയെടുത്ത് മാറ്റി ചുണ്ട് ചുളുക്കി.
അപ്പോൾ വേദനിപ്പിക്കാതെ തൊഴട്ടെ. അലോഷിയുടെ ചുണ്ടവളുടെ കാതോരം വന്ന് മുത്തിയിരുന്നു. കാത്തു പിടപ്പോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അലോഷിയുടെ കൈ പതിയെ നീണ്ടു അവളുടെ അല്പം വീർത്ത വയറ് കടന്ന് താഴെ കരിച്ചിറങ്ങിയതും കാത്തു ഏങ്ങലോടെ അവനിലേക്ക് ഒട്ടിച്ചേർന്നു. ഇച്ചായ. അവൻ്റെ സ്പർശനത്തിൽ കാത്തുവിൻ്റെ തൊണ്ടയിടറി. അവളെ പൊതിഞ്ഞ് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അലോഷി അവളുടെ കഴുത്തിൽ ചുംബിച്ചു. ഒപ്പം കൈ അവളുടെ അണിവേറിൽ പാഞ്ഞു നടന്നു. മറുപടിയായി കാത്തുവിൻ്റെ പല്ലവൻ്റെ കഴുത്തിൽ അമർന്നിരുന്നു. അടക്കി വെക്കാനാവാത്ത പ്രണയത്തോടൊപ്പം മോഹവും കൂടി സിരകളെ ത്രസിപ്പിച്ചിരുന്നു ഇരുവരെയും. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ മുന്നിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. പാർത്തിയോടൊപ്പമുള്ള ഓരോ നിമിഷവും അന്നയും സേറയും ആഘോഷമാക്കി. ഒരു ദിനം തുടങ്ങുന്നതും ആ ദിനം അവസാനിക്കുന്നതും അന്നയുടെ സാന്നിധ്യത്തിൽ മാത്രമായി പാർത്തിയിൽ. ഇടയ്ക്കിടെ അലോഷി ആ പേരും പറഞ്ഞ് കളിയാക്കുമെങ്കിലും പാർത്തിയിലത് രോമത്തിൽ പോലും ഏശിയില്ല. കളിയാക്കുന്ന ആളും പിന്നെ മോശമല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. 7-ാം മാസത്തിൽ എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ടെന്നും പറഞ്ഞതിൽ പിന്നെ കാർത്തുവിനെ ഒന്ന് ബാത്റൂമിൽ പോലും ഒറ്റയ്ക്ക് വിടാറില്ല അലോഷി. അത്രയും പേടിയാണ്. അതുകൊണ്ടെന്താ, കാത്തുവിനേക്കാൾ വലിയ മടിയായി ഇപ്പോൾ അലോഷിക്ക്. അവൻ ചെയ്യേണ്ട കാര്യത്തിന് ജോലിക്ക് 2 പേരെ വെച്ചു മുഴുവൻ സമയവും കാത്തുവിനൊപ്പമാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 8-ാം മാസത്തിൻ്റെ തുടക്കത്തിൽ കാത്തു ചെറുതായൊന്ന് കാല് തിറമ്പി വീണിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള പേടിയിൽ തലയും കറങ്ങി. അതിൽ പിന്നെ ഇടയ്ക്കിടെ വിട്ടുമാറാത്ത തലകറക്കമുണ്ടവൾക്ക്. നിന്ന നിൽപ്പിൽ ബാലൻസ് തെറ്റി മറിഞ്ഞു പോകും കാത്തു. അന്നും അങ്ങനെയൊരു ദിവസമായിരുന്നു. അലോഷിക്കൊഴിച്ചുകൂടാനാവാത്ത എന്തോ തിരക്ക്. അവൻ വീട്ടിൽ ഇല്ലാത്ത നേരം എന്തോ എടുക്കാനായി പെട്ടെന്ന് എഴുന്നേറ്റതായിരുന്നു കാത്തു. നിലതെറ്റി തലകറങ്ങി. നിർഭാഗ്യവശാൽ അന്ന് അവിടെ അലോഷിയുടെ മമ്മയോ അപ്പച്ചനോ പോലും ഉണ്ടായിരുന്നില്ല. അലോഷി പോകുമ്പോൾ അവർ ഉണ്ടായിരുന്നു വീട്ടിൽ. ആ ധൈര്യത്തിലാണ് അവൻ പോയതും. കാത്തുവിൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. അബോധാവസ്ഥയിലും അവളുടെ കരങ്ങൾ ഉദരത്തെ വരിഞ്ഞു പിടിച്ചിരുന്നു. 1 വർഷത്തിന് ശേഷമുള്ളൊരു പകൽ. ഇതുവരെ കഴിഞ്ഞില്ലടി നിന്റെ ഒരുക്കം. അലോഷിയുടെ അലർച്ചയിൽ ഞെട്ടിയ കാത്തുവിൻ്റെ കയ്യിലിരുന്ന കൺമശി ചെറുതായി തൂവി. ഒപ്പം കൈയൊന്ന് വിറച്ചു. അവളുടെ കവിളിലേക്ക് കൺമശി പടർന്നു. കാത്തു തറപ്പിച്ചു നോക്കിയവനെ. നീ എന്താടി ഒരുമാതിരി കത്തിവേഷത്തിൽ? മുഖത്ത് കരിയാക്കി കണ്ണുരുട്ടി നോക്കുന്ന കാത്തുവിനെ ചിരി കടിച്ചു പിടിച്ച് നോക്കി അലോഷി. റോയൽ പിങ്ക് കാഞ്ചീപുരം സാരിയിലും അവൻ്റെ മുന്നിലും സുന്ദരിയായി നിൽക്കുന്നുണ്ട് പെണ്ണ്. പഴയതിനേക്കാൾ തടിച്ചുരുണ്ടിട്ടുണ്ട്. ചുവന്ന കവിളും ചുണ്ടും ഒന്നുകൂടി ചുവപ്പിച്ച് വെച്ചിട്ടുണ്ട്. അലോഷി ചുണ്ടു കടിച്ചു പിടിച്ച് അവൾക്കടുത്തേക്ക് നടന്നു. ഇത് എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ ചായ. കാത്തു മുഖം കയറ്റിവെച്ച് തിരിഞ്ഞതും അലോഷി ചിരിയോടെ അവൾക്ക് മുന്നിൽ പോയി മുട്ടുകുത്തിയിരുന്നു. ഉലഞ്ഞുകിടന്ന ഞൊറി പിടിച്ച് നേരെയാക്കി മുഖം ഉയർത്തുമ്പോഴേക്കും കടുത്ത മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അവളിൽ. കുറച്ചുകൂടി നന്നായിട്ട് പിടിക്കിച്ച. എണീക്കാൻ പോയ അലോഷിയുടെ തോളിൽ പിടിച്ച് വീണ്ടും ഇരുത്തി കാത്തു കണ്ണാടിയിൽ നോക്കി കണ്ണു തുടച്ചു. എല്ലാം ചെയ്ത് തന്ന് നീ വല്ലാതെ മടിച്ചിയായിട്ടുണ്ട്. ഒരു നിശ്വാസത്തോടെ അലോഷി പരാതി പറഞ്ഞു. കാത്തു ചുണ്ട് കൂട്ടിപ്പിടിച്ചൊന്ന് ചിരിച്ചു. എന്തിനാ എല്ലാം ചെയ്തു തരണേ? അതുകൊണ്ടല്ലേ? ആ, അതെൻ്റെ വിധി. ഞൊറി കൂട്ടിപ്പിടിച്ച അലോഷി പറഞ്ഞതും കാത്തു ഒന്ന് തിരിഞ്ഞു ചുറ്റി. എങ്കിലേ കഷ്ടപ്പെട്ടിച്ചനൊന്നും ചെയ്യണ്ട. എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ. കാത്തുവിൻ്റെ മുഖം പിന്നെയും കടുത്തു. അവൻ്റെ തോളിൽ തള്ളി പെണ്ണ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അലോഷി അവളെ ചുറ്റിപ്പിടിച്ച് വയറിൽ മുഖം പൂഴ്ത്തി. ആ! സ്റ്റിച്ച് വലിഞ്ഞതുപോലെ കാത്തുവിൻ്റെ നാവിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു. അലോഷി മുഖം കൊണ്ട് തന്നെ അവളുടെ സാരിത്തലപ്പ് വകഞ്ഞു മാറ്റി നെടുകിയ സ്റ്റിച്ചിട്ട പാടിൽ പതിയനെ മുത്തി. വേദനയുണ്ടോ പെണ്ണെ? അലോഷിയുടെ ശബ്ദം നേർത്തു. കാത്തു അവൻ്റെ കവളിൽ കൈ ചേർത്ത് നെറ്റിയിൽ മുത്തി. ഒട്ടുമില്ല. അലോഷി കാത്തുവിൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. ഇല്ലൻ്റിച്ചായ. അവൻ്റെ കണ്ണിലെ കള്ളത്തരം മനസ്സിലാക്കാതെ കാത്തു അവൻ്റെ കവൾ പിച്ചെടുത്തു. അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്താലോ യക്ഷിപ്പെണ്ണെ? അലോഷിയുടെ മുഖം കുസൃതിയോടെ അണിവേറിലേക്ക് താഴ്ന്നു വന്നതും കാത്തു ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തു. ഔഹ്, എന്താടി യക്ഷി നിനക്ക്? ഒന്നിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോഴാ അടുത്തത്. ഒന്നുകൂടി കഴിഞ്ഞിട്ട് ഫുൾ റെസ്റ്റ് എടുത്തോടി നീ. അലോഷി താഴെ നിന്നും എഴുന്നേറ്റ് ചുണ്ടു തുടച്ചു. അങ്ങനെയാണെങ്കിൽ എന്നെ അങ്ങോട്ടെടുക്കാം, നിങ്ങളുടെ അപ്പാപ്പൻ്റെ അടുത്തേക്ക്. മുഖം വെട്ടിച്ച് റൂം തുറന്ന് പുറത്തേക്ക് പോകുന്നവളെ നോക്കി നിൽക്കെ അലോഷിയുടെ ചിരി മാഞ്ഞിരുന്നു. കണ്ണുകൾ ബെഡിൽ കിടന്ന് മയങ്ങുന്ന കുട്ടി കുറുമ്പനിലേക്ക് പോയി. ഏതൻ ജെറി. അലോഷിയുടെയും കാത്തുവിൻ്റെയും 1 വയസ്സുകാരൻ ജെറി. അലോഷി നടന്നു ചെന്ന് അവനടുത്തായി ചേർന്ന് കിടന്നു. തൂനെറ്റിയിലും കുഞ്ഞുകവളിലും പതിയനെ മുത്തി അവനെ ഒന്നുകൂടി അണച്ചു പിടിച്ചു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം താൻ അനുഭവിച്ച ടെൻഷനും വേദനയും ഇന്നും ഉള്ളിൽ മായാതെ കിടപ്പുണ്ട്. അന്ന് കാത്തു വയറിടിച്ചായിരുന്നു വീണത്. അന്നക്ക് തന്നെയും കാത്തുവിനെയും കാണണമെന്ന് പറഞ്ഞ് പാർത്തി കൊണ്ടുവന്നതായിരുന്നു അവരെ അന്നവിടെ.
ദൈവാധീനം എന്നല്ലാതെ മറ്റൊരു പേരിലും അതിനെ വിശേഷിപ്പിക്കാനാവില്ല. പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കാത്തുവിനെ പാർത്തി എത്തിക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത തന്നെ കുറവായിരുന്നു. കാത്തുവിനും എൻ്റെ കുഞ്ഞിനും. അലോഷ്യയുടെ ഉള്ളിൽ ഇന്നും ആ കിടുക്കമുള്ളതുപോലെ ഏതനെ ഒന്നുകൂടി അണച്ചു പിടിച്ചു. നീണ്ട 4 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതം വാങ്ങിയവർ ഉള്ളിലേക്ക് പോകുമ്പോൾ തകർന്നുകൊണ്ട് ആ ചുമരിലേക്ക് ചാഞ്ഞത് ഇന്നും ഓർമ്മയിലുണ്ട്. ജീവിതത്തിനും മരണത്തിനുമുള്ള നൂൽപാലത്തിനിടയിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നവളെ കാണാനായിരുന്നു ആദ്യം തൻ്റെ കണ്ണു തുടിച്ചത്. ഇവനെ കാണുന്നതിനു മുന്നേ താൻ അന്വേഷിച്ചതും കണ്ടതും കാത്തുവിനെ തന്നെയായിരുന്നു. ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു. വളർച്ചയെത്താത്ത കുഞ്ഞിനെ പിന്നെയും ഒത്തിരി നാളെടുത്ത് തൻ്റെ കയ്യിലേക്ക് കിട്ടാൻ. ഇന്നിപ്പോൾ ചെക്കൻ്റെ 1ാം പിറന്നാളാണ്. അലോഷി നുരഞ്ഞു പൊന്തുന്ന സ്നേഹത്തോടെ ഏതൻ്റെ കവിളിൽ മുത്തി. കണ്ണുകളുയർത്തി നോക്കുമ്പോൾ കണ്ടു വാതിൽക്കൽ നിന്ന് ചിരിയോടെ നോക്കുന്ന കാത്തുവിനെ. അലോഷിയുടെ ഉള്ളം അവളോടുള്ള സ്നേഹത്താൽ തുടിച്ചു.